ചേലക്കരയിൽ നിന്ന് തന്നെയുള്ള ദേശമംഗലം പഞ്ചായത്തിലെ തളി ബൂത്തിൽ നിന്നുള്ള വിവരങ്ങളുമായി അവിടെ നീണ്ട ക്യൂ ആണ് ഇപ്പോഴും ഉള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം. സുജു ടി ബാബു ചേരുകയാണ്. സുജു, ഈ തളി ഇപ്പോൾ ചേലക്കര മണ്ഡലത്തിൽ നിന്ന് കൗതുകരമായി ലഭിക്കുന്ന ഒരു വാർത്ത ഈ തളിയിൽ നിന്നുള്ളതാണ്. നീണ്ട ക്യൂ അവിടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് തളിയിൽ സംഭവിച്ചത്? തളിയിൽ നീണ്ട ക്യൂ ആണ്. ദേശമംഗലം തളിയിൽ ഹെൽത്ത് സെന്ററിലാണ് ഇപ്പോൾ വലിയ ക്യൂ കാണാൻ സാധിക്കും. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്ത്രീകൾ തന്നെ ഏതാണ്ട് 56-ലധികം സ്ത്രീകൾ ടോക്കൺ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഹെൽത്ത് സെന്ററിൽ ഒരുപക്ഷെ സാധാരണ ചികിത്സയ്ക്കായി പോലും ഇത്രയധികം ആളുകൾ ഈ ഹെൽത്ത് സെന്ററിന് മുറ്റത്ത് കൂടി നിൽക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. അത്രയും അധികം ആളുകൾ ഈ തളി ഹെൽത്ത് സെന്ററിന്റെ മുമ്പിലുണ്ട്. ഈ കാണുന്ന ദൃശ്യങ്ങൾ ഈ വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകളുടെ ക്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ പിൻവശത്തേക്ക് വരികയാണെങ്കിൽ ആ ക്യൂവിൽ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന എത്രയാണ് നമുക്ക് ടോക്കൺ കിട്ടിയിരിക്കുന്നത്? ടോക്കൺ 53 ടോക്കറാണ് ഈ യുവതിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നിലേക്ക് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് വരുമ്പം ഇതിൻ്റെ പിന്നിലേക്ക് വരുമ്പോൾ നീണ്ട ക്യൂ കാണാൻ സാധിക്കും. സ്ത്രീകൾക്ക് ഇവിടേക്ക് ക്യൂ കിട്ടിയെന്നുള്ള കാര്യത്തിൽ ടോക്കൺ ചോദിക്കാം. എത്രാമത്തെ ടോക്കണാണ് കിട്ടിയിരിക്കുന്നത്? 40 അല്ലേ? 40 ടോക്കൺ ഇങ്ങനെ വരുന്നത്. ഇവിടെ 40. ഇനിയും ടോക്കൺ കിട്ടാത്ത പുരുഷന്മാരുടെ ക്യൂ ഉണ്ട്. ഈ നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾ ടോക്കൺ കിട്ടി? എത്ര ടോക്കൺ? 7 ടോക്കൺ. എപ്പോൾ വന്നതാണ്? കുറച്ചേരായി, ഒരു 5:30 എത്തിയ. ഇനിയും ആ ക്യൂ അവസാനിക്കുന്നില്ല. വോട്ട് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് പിന്നിൽ ഇനിയും ആളുകൾ ധാരാളമുണ്ട്. ഇവിടെ ടോക്കൺ ലഭിച്ചിരിക്കുന്ന ഇവിടെ ആർക്കാണ് അവസാനം ടോക്കൺ കിട്ടിയിരിക്കുന്നത്? ഇവിടെ ടോക്കൺ കിട്ടിയിരിക്കുന്നത് എത്ര ടോക്കൺ നമ്പർ എത്ര? 65 ടോക്കൺ. എത്ര മണിക്ക് വന്നതാണ് ഇവിടെ? ഞാനൊരു 4 മണിക്ക് വന്നാണല്ലോ. 4 മണിക്ക് 65 ടോക്കൺ നിൽക്കുന്നു. ഇനി ഈ നിൽക്കുന്ന ആളുകളും വോട്ട് ചെയ്യാനുള്ള ആളുകളാണല്ലേ? നിങ്ങൾക്ക് ടോക്കൺ ലഭിച്ചു കഴിഞ്ഞോ? ടോക്കൺ കിട്ടിയോ? ടോക്കൺ കിട്ടില്ല. ടോക്കൺ കഴിഞ്ഞു. ഇപ്പൊ ടോക്കണിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്താണ് ഇത്ര വലിയ ക്യൂ ഇവിടെ? ഇവിടെ ക്യൂ കൂടാൻ കാരണം 1600 വോട്ടർമാരുള്ള ഒരു ബൂത്താണിത്. 7 നമ്പർ ബൂത്ത്. അപ്പോൾ ഇത് എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെയാണ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി തന്നെ തിരക്കുണ്ടായപ്പോൾ ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഒരു വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല. കാരണം ഒരു ഇരിക്കാനോ നിൽക്കാനോ വെള്ളത്തിൻ്റെ സൗകര്യം, വെള്ളം ഇപ്പോൾ ഞങ്ങൾ മീഡിയമായിട്ട് പറഞ്ഞപ്പോഴാണ് വെള്ളം കൂടുന്നത് വെച്ച് തന്നെ ഒരു സൗകര്യം ഇല്ലാത്ത ഒരു സ്ഥലമാണിത്. ടോക്കൺ ലഭിക്കാത്ത ആളുകളാണ് നിൽക്കുന്നില്ല. ഇപ്പം അവിടെ എത്ര ലഭിച്ചത്? അവസാനം 65 ആൾ പുരുഷന്മാർ ക്യൂവിൽ 65 പേർക്ക് ടോക്കൺ ലഭിച്ചിരുന്നു. ഈ നിൽക്കുന്ന ആളുകൾ ടോക്കൺ ലഭിക്കാത്ത ആൾ. നിങ്ങൾക്ക് ടോക്കൺ ലഭിച്ചിട്ടില്ലല്ലേ? ഇല്ല. അപ്പോൾ 65 ശേഷം പിന്നെയും ഒരു 10-30 ആളുകളുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ 90-ലധികം പുരുഷന്മാരും 60-ലധികം സ്ത്രീകൾക്കും ഇതുവരെയും ടോക്കൺ ലഭിക്കാത്ത ഒരു സ്ത്രീകളുമുണ്ട്. ടോക്കൺ ലഭിച്ചതിൽ പുരുഷന്മാരുണ്ട്. ഇത്രയധികം ആളുകൾ ക്യൂ നിൽക്കുന്നു. എന്തായാലും ഇവിടുത്തെ പോളിംഗ് 7 മണി കഴിഞ്ഞും ഇവിടുത്തെ പോളിംഗ് തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ ഒരു ആൾക്കൂട്ടം തന്നെ പോളിംഗ് സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. എന്തായാലും കൗതുകമായ സംഭവം, കൊതുകുതിരിയൊക്കെ പിടിച്ച് വോട്ടർമാർ നിൽക്കുന്ന ഒരു രസമുണ്ട്. അതും 7 മണി സമയമായതുകൊണ്ട് ഹെൽത്ത് സെൻ്ററാണ്. കൊതുകുതിരിയൊക്കെ പിടിച്ച് വോട്ടർമാർ നിൽക്കുന്ന പറഞ്ഞാൽ കൊതുകടിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം കൊതുകുതിരി പിടിച്ച് നിൽക്കുന്നത്. അങ്ങനെ എന്തായാലും കൗതുകമുള്ള കാഴ്ച, എന്നാൽ അല്പം ഗൗരവമുള്ള ഒരു കാഴ്ച തന്നെയാണ് ഈ തളി സെൻറ്ററിൽ നമുക്കിപ്പോൾ പകർത്തി നൽകാൻ സാധിക്കുന്ന വലിയ ക്യൂബ. പോളിംഗ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അകത്ത് അതിൻ്റെ നടപടിക്രമങ്ങൾ നമുക്ക് കാണാം. വോട്ടർമാർ വോട്ട് ചെയ്യുന്നു. പല ബൂത്തുകളിലും 6 മണിക്ക് വോട്ടെടുപ്പ് പൂർത്തിയായപ്പോഴാണ് തളിയെ സംബന്ധിച്ചോളം തളി ഹെൽത്ത് സെൻ്ററിലെ 7 നമ്പർ ബൂത്തിൽ ഇപ്പോഴും വലിയ ക്യൂബ തുടരുകയാണ്. സിജു സുഗതൻ. ശരി, സുജു ടി ബാബു തുടരുക. ഇപ്പോൾ പഴയന്നൂരിൽ നിന്ന് വിവരങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യൻ ചേരുകയാണ്. ജോസിൽ, ഇപ്പോൾ തളിയിൽ ആ ബൂത്തിൽ 7 നമ്പർ ബൂത്തിൽ 100-ലധികം പേർ ഇനിയും വോട്ട് ചെയ്യാനുണ്ടെന്നുള്ളവരാണ് സുജു ടി ബാബു പങ്കുവച്ചത്.